ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ചന്തയിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ ഒരു ചന്ത, ആ ചന്തയിലെ കാർഷിക വിഭവങ്ങൾ നോക്കുക. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് തമിഴ്നാട്ടിലെ ഉൽപ്പന്നമായിട്ട് വിവിധ സ്റ്റോറുകളിലേക്ക് എത്തും, നമ്മുടെ കേരളത്തിലേക്ക് എത്തും. എത്ര തരത്തിലുള്ള കാർഷിക വിഭവങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ നെല്ലിക്ക അടക്കം എത്രയോ വലിയ വിഭവങ്ങൾ. രാവിലെ തന്നെ ചന്ത ഉണർന്നിരിക്കുകയാണ്. നാളികേരത്തിൻ്റെ ഒരു വലിയ നീണ്ട ശേഖരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കേരം തിങ്ങും കേരള നാട് എന്ന് കേരളത്തെപ്പറ്റി പറയുന്നുണ്ടായി. പക്ഷേ ഇന്ന് കേരം തിങ്ങും കേരള നാട് എന്ന് പറയുന്നത് വെറും ഒരു പറച്ചില് മാത്രമായി, ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകൾ മാത്രമായി. പക്ഷേ ഇവിടേക്ക് നോക്കൂ, തമിഴ്നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നീണ്ട നിരയിലുള്ള പലതരത്തിലുള്ള വാഴപ്പഴങ്ങൾ, നേത്രപ്പഴങ്ങൾ, ഏത്തക്ക അടക്കമുണ്ട്. ഒന്ന് നോക്കി, ഇത്ര വലിയ ശേഖരമാണ്. തമിഴൻ്റെ അധ്വാനം. ഒരു ചെറിയ ഭൂമി പോലും തരിശിടാതെ കൃത്യമായി കൃഷി ചെയ്യുന്നു. പലപ്പോഴും വെള്ളത്തിനു വേണ്ടി കേരളത്തെ തമിഴ്നാട് ആശ്രയിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോൾ അത് വേണ്ടി വരില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം അവർ എല്ലായിടത്തും അവരുടേതായിട്ട് വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് നോക്കിക്കും, രാവിലെ തന്നെ വിപണി സാധ്യതയായി നടക്കും. എത്രയോ വലിയ ഒരു കേന്ദ്രം. ആ വിപണിയുടെ ശ്രദ്ധയുണ്ട്. തൂത്തുക്കുടിയുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ തൊട്ടടുത്തുള്ള ചന്തയാണ്. നമ്മുടെ മന്ത്രിമാർ പലപ്പോഴും കൃഷിയെപ്പറ്റി പഠിക്കാൻ ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ പോയി കറങ്ങി അടിച്ച് വന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അവർ എന്തിനാണ് അവിടെ പോകുന്നത്? തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിലേക്ക് വരിക, അവരെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, അവരുടെ അധ്വാനം മനസ്സിലാക്കിയാൽ പോരെ. അങ്ങനെയും ഖജനാവ് കട്ടുപിടിക്കുന്ന മന്ത്രിമാർ ഉള്ള കേരളത്തോട് തൊട്ട് ചേർന്നാണ് തമിഴ്നാട് കിടക്കുന്നത്. വെണ്ടയ്ക്കയുടെ ഒരു ശേഖരമില്ല, ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനുള്ള വളരെ വലിയ ഒരു ശേഖരം. എന്തായാലും തമിഴ്നാടിനെ നമ്മൾ കണ്ടുപഠിക്കേണ്ട കാരണം കാലം അതിക്രമിച്ചു എന്ന് നോക്കി. വഴുതനങ്ങ, നാരങ്ങ, പാവയ്ക്ക, വെണ്ടയ്ക്ക, മൂലി, ഇതെല്ലാം കണ്ടു. എത്രയൊക്കെ തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള പാവയ്ക്ക, വഴുതന, മുരിങ്ങയ്ക്ക, എല്ലാ കെട്ട് കിണത്തിന് എന്താണ് കറിവേപ്പില. ആ ചന്തയുടെ ദൃശ്യം എന്തായി കേരളം എന്നെ തമിഴ്നാടിനെ മാതൃകയാക്കേണ്ടതാണ്.